ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുടെയും ദോശയുടെയും റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പച്ചരി എടുത്തിട്ടുണ്ട്, പുഴുങ്ങലരി എടുത്തിട്ടുണ്ട്, ഉഴുന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ദോശയിലേക്കുള്ള മാവ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ അരി എടുത്തിട്ടുള്ളത് ഈ ബോട്ടിലിന് അളവാക്കിയിട്ടാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. പച്ചരി എടുത്തിട്ടുള്ളത് ഈ ബോട്ടിലിന് 1.5 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അര ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് ഉഴുന്നും പുഴുങ്ങലരി ഒരേ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുമ്പോൾ നല്ലതുപോലെ തന്നെ കഴുകിയിട്ട് വേണം നമ്മളിതുപോലെ ചെയ്യാൻ. ഇനി നമുക്കിതൊരു 6 മണിക്കൂർ നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇത് രാവിലെയാണ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നത്. ഇനി നമ്മൾ വൈകിട്ടാണത് നമ്മുടെ മാവ് അരച്ച് വെക്കുന്നത്. ഇപ്പം നമ്മൾ നമ്മുടെ മാവ് അരക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുള്ള അരിയും ഉഴുന്നും എല്ലാം നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അരിയുടെ അതേ അളവ് തന്നെയാണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അരിയും വെള്ളം ഒപ്പമായിട്ടാണ് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ 2 പിടി ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇതുപോലെ മൺകലത്തിലാണ് ഞാൻ വെക്കുന്നത്. അപ്പം നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുള്ള നമ്മുടെ ദോശമാവ് ഇതുപോലെ മൺകലത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ ദോശ ചുട്ടെടുക്കുന്നത് രാവിലെയാണ്. അപ്പം നമ്മൾ ഓവർനൈറ്റാണ് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പം നമ്മുടെ ബാറ്റർ ഇതുപോലെ നല്ലതുപോലെ തിക്കായിട്ടും അല്ല നല്ലതുപോലെ ലൂസായിട്ടും അല്ല, കുറഞ്ഞ ലൂസിലാണ് ഇതുപോലെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് രാവിലെ ആകുമ്പോഴത്തേന് നല്ലതുപോലെ തിക്കായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്കിനി രാവിലെ നമ്മുടെ ദോശ ചുട്ടെടുക്കാം. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ദോശമാവ് ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ അരച്ച് വെച്ചപ്പോൾ കുറഞ്ഞ ലൂസായിരുന്നു. ഇപ്പോൾ നല്ലതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. നമുക്കിതുപോലെ എണ്ണ തടവി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ദോശമാവ് ഒഴിച്ചിട്ട് നമ്മുടെ ദോശ ചുട്ടെടുക്കാം. ഇപ്പം ഞാനിവിടെ ദോശ ചുട്ടെടുക്കുന്നത് ചെറുതും വലുതും ഒക്കെ ആയിട്ടാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. വലുപ്പമൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ ഫസ്റ്റ് ചുട്ടെടുത്തിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ദോശയും കൂടെ ചുട്ടെടുക്കാം. അപ്പം ഞാൻ വലിയ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 കയ്യിൽ മാവാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്കിതുപോലെ നമ്മുടെ ദോശ എല്ലാം ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ദോശയൊക്കെ ഇതുപോലെ മുഴുവനായിട്ടും ചുട്ടെടുക്കാം. നമ്മൾ കുറച്ച് ഇഡ്ഡലിയും കൂടെ ഇതിൻ്റെ കൂടെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ദോശ ചുട്ടിന് ശേഷം നമുക്ക് നമ്മുടെ ഇഡ്ഡലി റെഡിയാക്കാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ തട്ടിലേക്ക് ഇതുപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഇഡ്ഡലി റെഡിയാക്കുന്ന തട്ടാണ്. ഇതിലേക്ക് എണ്ണ ഇതുപോലെ തടവി കൊടുത്തിട്ട് നമ്മുടെ ദോശയുടെ അതേ മാവ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്.
അപ്പം നമ്മൾ രണ്ടും റെഡിയാക്കുന്നത് ഒരേ മാവ് കൊണ്ട് തന്നെയാണ്. ഇത് നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കരുത്. നല്ലതുപോലെ നിറഞ്ഞിട്ട് വന്നാൽ നമ്മൾ ഇഡ്ഡലി പൊങ്ങിയിട്ട് വരുമ്പോൾ അത് തമ്മിൽ ഒട്ടി പിടിക്കും. അപ്പം നമ്മൾ മാവ് നിറയാതെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലേക്ക് തട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ കുറച്ച് ഇഡ്ഡലി ഇവിടെ റെഡിയാക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കും. അപ്പം നമ്മളൊരു 2-3 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇഡ്ഡലി പുറത്ത് പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതി. അപ്പം ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ എണ്ണ തടവി കൊടുത്തതുകൊണ്ട് ഇത് ഒട്ടും അടി പിടിക്കൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ ഇഡ്ഡലി മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ ഒരേ മാവ് വെച്ചിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കേ.